ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫയർ ദ ബ്ലോഗറിലേക്ക് സ്വാഗതം. ഇന്ന് ഗൂഡല്ലൂർ നിവാസികളെ പുറത്തുവരിക്കും ആനശല്യം, പുലിശല്യം എന്നീ പാവപ്പെട്ടവരുടെ ജീവൻ എടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഗൂഡല്ലൂരിൽ നടന്ന് കഴിഞ്ഞു പോയി. പക്ഷേ അതിനൊന്നും ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും ചേർന്ന്, അതായത് ഗൂഡല്ലൂർ നിവാസികൾ എല്ലാവരും ചേർന്ന് 48 മണി നേരം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗൂഡല്ലൂരിൻ്റെ അവസ്ഥ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ പെട്രോൾ പമ്പാണ് കേട്ടോ. ഇവിടുത്തെ പമ്പുകളൊക്കെ ഇവിടെ നിന്ന് ലീവാണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു ദിവസം ലീവ് ഇട്ടാൽ എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ പമ്പുകളൊക്കെ സഹകരണം ഇവിടെ ഉണ്ട്. എന്റെ പേര് തോമസ്. ചളിവേലാണ് ഞാൻ. 48 മണി നേരം സ്ട്രൈക്കാണ്. അതെ. എന്തിനു വേണ്ടിയാണ്? പുലി വന്ന് രണ്ടുപേരെ പിടിച്ച് പശുക്കളെ പിടിക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റ് ഒരു നടപടിക്ക് എടുക്കട്ടെ, പുലിനെ പിടിക്കട്ടെ. 2 ദിവസം സ്ട്രൈക്കാണ്. കടകളൊക്കെ അടവാണ്. ഇവിടുത്തെ ലോക്കലുകാരന് TN വണ്ടി 43 വണ്ടി ഓടുന്നുണ്ട്. എല്ലാ വണ്ടികളും ഓടുന്നുണ്ട്. ഒക്കെ ഗൂഡല്ലൂർ വണ്ടി അധികം ഓടുന്നത്. ബസ് പിന്നെ ഗവൺമെന്റേതായതുകൊണ്ട് ബസ് ഓടും. മറ്റേതൊക്കെ ഇവര് വിചാരിച്ച മാറ്റി ഓടുന്നുണ്ട്. ഗൂഡല്ലൂർ എല്ലാ സ്കൂട്ടി, ബൈക്ക്, ആട്ടോ, കാറെല്ലാം ഓടുന്നുണ്ട്. ജനങ്ങൾ ഒറ്റൊരുമല്ല. ഇത് വിജയിക്കാന്ന് അറിയുന്നില്ല. ഇങ്ങനെ പോയിട്ട് അങ്ങനെ വിജയിക്കില്ല. ഇത് ഗവൺമെന്റിന് അനുകൂലമായിട്ട് തന്നെ വരുള്ളൂ. പിന്നെ അങ്ങനെ പുലിനെ പിടിക്കും, ആനേനെ അങ്ങനെ പിടിക്കുക ഒന്നും നടക്കില്ല.